നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഹൈവേ പ്രോജക്ട്സിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല ഹൈവേ പ്രോജക്റ്റുകൾ നടക്കാറുണ്ട്. ചിലതിന് കുറേ ഡിലേ ഉണ്ടാകാറുണ്ട്. ചിലതിൽ ഇപ്പം നമ്മൾ കണ്ടതുപോലെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. ഹൈവേ തകരുന്നു, ഹൈവേയിൽ പ്രശ്നം, പാലം തീരുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളുണ്ടാവുക, അങ്ങനെയും മറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പരിഹാരങ്ങളാണ് കൊണ്ടുവരുന്നത്. ആദ്യത്തേത് ഒരു ഡാഷ്ബോർഡാണ്. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ പറയും. ഒന്നാമത്തേത് ഈ ഹൈവേ പണിയുന്നതിനകത്തുള്ള കോൺട്രാക്ടർ ആരാണ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട എൻജിനീയറിംഗ് സ്റ്റാഫ് ആരൊക്കെയാണ്, ഇതിൻ്റെ ചിലവ് എത്രയാണ്, അതായത് എസ്റ്റിമേറ്റ് ചെയ്ത ചിലവ് എത്രയാണ്, ഇതിന് അപ്രൂവ് ചെയ്ത കോസ്റ്റ് എത്രയാണ്, ഇത് ശരിക്കും ഇതിന് എത്ര ചിലവായി, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അതെന്നാണ്, ശരിക്കും എന്നാണ് ഹൈവേ ലൈവായത്, പിന്നെ അതിൻ്റെ മാസമുള്ള സ്റ്റാറ്റസ്, എത്ര ശതമാനം കഴിഞ്ഞു, എത്ര പണി കഴിഞ്ഞു, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും മറ്റും. ഓരോ മാസവും എത്ര പണി കഴിഞ്ഞു എന്നുള്ള അതിനെ പറ്റിയുള്ള ടാസ്ക് ഡീറ്റെയിൽസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി. അപ്പം ഇതാണ് ഒന്നാമത്തെ ഒരു പരിഹാരം, ഡാഷ്ബോർഡ് ഉണ്ടാക്കുക. നമ്മൾ സാധാരണ ഞങ്ങൾ എൻജിനീയേഴ്സാണ്, നമുക്ക് നമ്മുടെ ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ട്രാക്സ് പറയേണ്ടതാണ്. എത്ര ചിലവായി, എത്ര വർക്ക് കഴിഞ്ഞു, എന്തൊക്കെയാണ് ഈ മാസം ചെയ്തതെന്നുള്ളത് ഒരു മന്ത്ലി റിപ്പോർട്ട് അത് ഉണ്ടായാൽ നല്ലതായിരിക്കും. രണ്ടാമത്തേത്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ്, ഈ ഹൈവേ ഒക്കെ പണിയുമ്പോൾ അതിൻ്റെ താഴെ ബേസിലുള്ള മണ്ണ്, പാറ, നമ്മുടെ മഴ കൂടുതലുള്ള സ്ഥലമാണ്. മാത്രമല്ല നമ്മുടെ കേരളം തീരപ്രദേശത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വായുവിൽ ഈർപ്പം കൂടുതലാണ്, മണ്ണിൽ ഈർപ്പം കൂടുതലാണ്, പിന്നെ ബാക്ക് വാട്ടേഴ്സും നദികളും ഒക്കെ കൂടുതലുള്ള മഴയുള്ളത് കൊണ്ട് മണ്ണിനൊക്കെ അങ്ങനെ പലപ്പോഴും ക്ലേയി, സാൻഡി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ചിലത് ചെളിയാണ്, ചിലത് മണലാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പാലം പണിയാൻ. അപ്പോൾ സാധാരണ നമ്മളൊരു പാലം ഒരു സ്ട്രെച്ച് എടുക്കുമ്പം എല്ലാം ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണിൻ്റെ അവസ്ഥ അനുസരിച്ച് ഒരു ടെസ്റ്റിംഗ് നടത്തേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണ് എന്താണ്, അവിടുത്തെ മണ്ണിനെ പറ്റിയ കൺസ്ട്രക്ഷൻ എന്താണ്, അതിൻ്റെ ടെസ്റ്റിംഗ് ആര് നടത്തണം, അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് എൻജിനീയേഴ്സ് വേണം, അത് ടെസ്റ്റ് ചെയ്യണം. മാത്രമല്ല ലോക്കൽ ജിയോളജി എക്സ്പേർട്സ് വേണം. അവർ പറയും ഇന്ന ഏരിയയിലുള്ള മണ്ണിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് ഉപയോഗിക്കണം, ഇത്തരത്തിലുള്ള മിക്സ്ചർ ഉപയോഗിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലത്തിൻ്റെ സേഫ്റ്റി കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന്, പാലം പണി തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഡാഷ്ബോർഡ്. രണ്ടാമത്തേത് അതിൻ്റേതായ മണലിൻ്റെയും മണ്ണിൻ്റെയും അവിടുത്തെ ഭൂപ്രകൃതിയുടെയും ടെസ്റ്റിംഗ്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പാലങ്ങൾ സമയത്ത് പണി തീരും, പറഞ്ഞ ചിലവിൽ പണി തീരും, കറപ്ഷൻ കുറയും, ട്രാൻസ്പെറൻസി ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, പാലങ്ങൾക്ക് കുറച്ചും കൂടെ ഉറപ്പും കുറച്ചും കൂടെ റിലയബിലിറ്റി ഉണ്ടാവും, സേഫ്റ്റി കൂടും. ഇത് ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമാണ്. ഞാൻ കിരൺ എസ് പിള്ളൈ. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.